CPM-ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നഷ്ടപ്പെട്ട അന്നു മുതൽ പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLM-ന്റെ ലക്ഷ്യം. BJP നേതാക്കളെ സംഘം ചേർന്ന് അപമാനിക്കാനും BJP-യിലെ വനിതകളെ തിരഞ്ഞുപിടിച്ച് അവരെ അപമാനിക്കാനും അവരുടെ വീട്ടിലിരിക്കുന്നവരെ പോലും ഒരു മാന്യവുമില്ലാതെ സഭ്യമില്ലാത്ത ഭാഷകളൊക്കെ ഉപയോഗിച്ച് അവരെ അപമാനിക്കാൻ CPM-ലെ സൈബർ സഖാക്കളും CPM-ലെ നേതാക്കളും ശ്രമിക്കുന്നുണ്ട്. റോഡിൽ മാലിന്യം നിറയുന്നുവെന്നും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും CPM നേതാക്കൾ BJP നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെ സൈബർ ആക്രമണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപമാണ് ആശാനാഥിനെതിരെ നടക്കുന്നത്. അത് സംഘടിതമായി തന്നെ. ആക്രമണത്തിന് പിന്നിൽ CPM സൈബർ ടീം ആണ് എന്ന് ആക്രമണത്തിന് പിന്നിൽ CPM-ന്റെ സൈബർ ടീം ആണ് എന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് എന്ന് ആണ് ആശ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആശാനാഥ് തന്നെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുടുംബത്തിലുള്ളവരെ പോലും അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട്. അധിക്ഷേപം കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെട്ടതിൽ വെള്ളറിപ്പുണ്ടാണ്. ചിലർ സോഷ്യൽ മീഡിയ പേജുകളും സൈബർ ആക്രമണവുമായി രംഗത്തുണ്ട്. കൂടാതെ CPM മാത്രമല്ല CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പേജുകളും ആശാനാഥിനെ ആക്രമിക്കുന്നുണ്ട് എന്നാണ് ആശാനാഥ് പറയുന്നത്. അധിക്ഷേപം തുടർന്നാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ആശാനാഥ് ഫേസ്ബുക്ക് പേജിൽ ഒരു വാർണിംഗ് നൽകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാണാനിടയായി. പ്രതികരിക്കണമെന്ന് കരുതിയതല്ല. നമ്മുടെ പ്രവർത്തകരും മറ്റു പലരും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. 45 വർഷത്തെ ഭരണം പോയതിൽ വിളറി പിടിച്ച CPM സൈബർ ഇടങ്ങൾ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണിത്. എന്റെ പ്രവർത്തകർക്കും എന്നെ 3ാം തവണയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്കും അറിയാം എങ്ങനെയാണ് എന്റെ പ്രവർത്തനമെന്ന്. ഇൻസ്റ്റാഗ്രാമിലെ 2-3 വർഷം പഴക്കമുള്ള റീൽസും എന്റെ പഴയ ഫോട്ടോകളുമൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രചരണ രാഷ്ട്രീയം. അതിൽ കൂടെ ചില ഓൺലൈൻ മീഡിയകളും അവരുടെ റീച്ച് കൂട്ടാൻ എന്തും പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇവർ റീൽസും ഫോട്ടോകളും പ്രചരിക്കുന്നതും. ഇത് ഞാൻ പലതവണ എന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ബെസ്റ്റ് കൗൺസിലർ ആണോ, ഡെപ്യൂട്ടി മേയറായി പ്രവർത്തനം എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈൻ ഉണ്ടാക്കി പല പോസ്റ്റുകളും ഇപ്പോൾ വീണ്ടും നിരന്തരം വരുന്നുണ്ട്. ഇതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് വ്യക്തമായി അറിയാം. എനിക്ക് വേണ്ടി റീൽസ് ഉണ്ടാക്കാൻ, ഫോട്ടോ പ്രചരിപ്പിക്കാനും മറ്റും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് എൻ്റെ സ്വന്തം FB ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉണ്ട്. ഞാൻ അതുവഴിയാണ് പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആശാനാഥ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ വളരെ മോശം കമന്റ്സും പോസ്റ്റും ഇടുന്നത് നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പേജിന് റീച്ച് കൂടും. കൂടാതെ നല്ല രീതിയിൽ റീച്ച് കിട്ടും, നിങ്ങൾക്ക് പൈസയും കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ വികസന പ്രവർത്തനങ്ങളുമായി ഇനി നിങ്ങളുടെ കൂടുതൽ അതോടൊപ്പം അതായത് നിങ്ങളുടെ മുന്നിൽ ശക്തമായി തന്നെ ഞാൻ നിൽക്കും. നിങ്ങൾക്ക് എന്നെ എത്രത്തോളം ആക്രമിക്കാൻ പറ്റും എന്ന് നോക്കാം എന്ന് ആശാനാഥ് പറയുന്നുണ്ട്. ഇടത് ഭരണകാലത്ത് നടന്ന അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ അത് ചിലർക്കും വെറുപ്പ് അതോടൊപ്പം തന്നെ ആരോപണങ്ങളെല്ലാമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം 45 വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചു. വലിയൊരു അഴിമതിയുടെ ഒരു പ്രഭവ കേന്ദ്രമായി തിരുവനന്തപുരം നഗരസഭയായിരുന്നു. BJP വന്നപ്പോൾ ഓരോ അഴിമതികളും ഓരോ ദിവസം എടുത്ത് വലിച്ച് പുറത്തേക്കിടുമ്പോൾ CPM-നെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഓരോ പരാമർശങ്ങളും അല്ലെങ്കിൽ CPM-നെ തന്നെ ഒരു പാർട്ടി CPM എന്ന പാർട്ടിയെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള അഴിമതികളാണ് അവർ കാണിച്ചു വച്ചിരിക്കുന്നത്. അത് CPM-നെ വല്ലാതെ വിളറി പിടിപ്പിക്കുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. നിസാരം വാടകയ്ക്കെടുക്കുന്ന നിലവിളക്കിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് CPM എത്തി എന്നതാണ് BJP ആദ്യമേ തന്നെ പറഞ്ഞത്. പുത്തിരിക്കണ്ട മൈതാനത്ത് നടന്ന കളികൾ അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ കരാറുകളുടെ മറവിൽ നടന്ന വലിയ രീതിയിലുള്ള തട്ടിപ്പ് തുടങ്ങി നിരവധി അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഒരു ഇടത് ഭരണമുണ്ടായിരുന്നു. CPM പാർട്ടി പ്രവർത്തകർക്ക് പണം പിരിക്കാനാവാതെ വന്ന ഒരു യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കൂടി ആയപ്പോൾ CPM-ന്റെ സമനില തന്നെ തെറ്റി. അവർ BJP-യിലെ നേതാക്കളെയും അതോടൊപ്പം തന്നെ വനിതാ നേതാക്കളെയൊക്കെ തിരഞ്ഞുപിടിച്ച് സമൂഹ മാധ്യമങ്ങളോടൊക്കെ അപമാനിക്കുകയാണ്.